ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അത് മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇബ്നു കസീർ അടക്കം റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി പറഞ്ഞതല്ലേ ഉദ്ധരിച്ചത്, ഖുർത്തുബി ഉദ്ധരിച്ചത്, ഇമാം റാസി അങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ പറഞ്ഞത്. കൈകെട്ടുണ്ടെന്ന് ഇവിടെ കൈകെട്ടുന്നതിനെ പറ്റി 3 അഭിപ്രായമേ ഉള്ളൂ 4 മദ്ഹബിൽ. പൊക്കിളിന്റെ ചോടെ ഹനഫി മദ്ഹബ്. പെണ്ണുങ്ങൾ എവിടെയാ കൈകെട്ടണ്ടേ? ഹനഫി മദ്ഹബിൽ. നെഞ്ഞിന്റെ ചോടെ അലാസദ്രി എന്നർത്ഥം വരുന്ന വാചകമുണ്ടല്ലോ, നിങ്ങളെ മഹല്ലിയിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാസദ്രി കെട്ടി മഹല്ലിമാം വിശദീകരിച്ചില്ല. അതിന്റെ അർത്ഥം നെഞ്ഞിന്റെ ചോട ഏതാണ്? നെഞ്ഞിന്റെ അടുക്കൽ വേറെ റിപ്പോർട്ടുണ്ട്. അപ്പൊ രണ്ടും യോജിക്കണം. അലാക്ക് 2 അർത്ഥമുണ്ട്, മേലെ അർത്ഥമുണ്ട്, അടുക്കലെന്ന് അർത്ഥമുണ്ട്. ഔ അജിദു അലന്നാരി ഹുദൻ, തീന്റെ മേലെയാണ് ആളെ കാണുന്നല്ല, തീന്റെ അടുക്കലുതാ ഖുർആന. ദഖൽതു അലാ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ മേലെ ഞാൻ കേൾക്കുന്നില്ല, അടുക്കലുതാ. അയാൾക്ക് അടുക്കലിന്റെ അർത്ഥമുണ്ട്. അങ്ങനത്തെ ആലയുടെ അർത്ഥത്തിൽ ഉറുദുവിൽ പറഞ്ഞ വാചകം നമ്മളൊരു മദ്രസാ പുസ്തകത്തിലുണ്ട്. ഹനഫി മദ്ഹബിലെ പെണ്ണുങ്ങൾ നെഞ്ചിന്റെ മേലെ കെട്ടണം, നെഞ്ചിന്റെ മേലെ എന്നല്ല പറഞ്ഞത്. അതിന്റെ ഉദ്ദേശം ഹനഫി മദ്ഹബിലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങൾ നോക്കണം, ഹനഫി മദ്ഹബ് അങ്ങനെ കെട്ടുന്നത് നോക്കണം, മനസ്സിലാകണോ? അതാ ഹനഫി മദ്ഹബ് ആരതാ? കുറ്റിയാടിയിൽ സിറാജുൽ ഹുദയിൽ ഹനഫികളതാ. അവിടെ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എങ്ങനെ കെട്ടല്? ഞാൻ അവരെ കൊണ്ട് കിതാബ് തീർപ്പിച്ചു, മുഴുവൻ പരിശോധിച്ചു. അലാസദ്രിഹി ചില ഗ്രന്ഥങ്ങളിലുണ്ട്. അതിന്റെ അർത്ഥം ഇമാം മഹല്ലി വിശദീകരിച്ച പോലെ തഹത്ത സദ്രിഹി, പെണ്ണുങ്ങൾ കെട്ടുന്നത് നെഞ്ഞിന്റെ ചോടെ തന്നെ. മൗലവി എന്തിനാ തട്ടിപ്പ് നടത്തുന്നത്? ഇരിക്കട്ടെ, നെഞ്ഞിന്റെ ചോടെ. പുരുഷന്മാര് പൊക്കളുടെ ചോടെ ഹനഫി മദ്ഹബ്. ശാഫി മദ്ഹബ് നെഞ്ഞിന്റെ ചോടെ പൊക്കളുടെ മേലെ. ഒരു മദ്ഹബിന് താഴ്ത്തിയിടാന്നുണ്ട്, നെഞ്ഞത്ത് കെട്ടാൻ ആരെടുത്തില്ല. മൂപ്പര് അത് കണിച്ചാണ്, നെഞ്ഞത്ത് തന്നെ കെട്ടണം. ഏത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ ആയിരിക്കണം എന്നൊരു കണിശതയുള്ളത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ജനങ്ങളെ നിസ്കരിക്കുമ്പോ കൈ വെക്കുകയാണെങ്കിൽ അത് പള്ളമ്മലോ പൊക്കളിന്റെ താഴെ ഒന്നും അല്ല, വെക്കേണ്ടത് നെഞ്ചിന്മേലാണ്. നല്ല കണിച്ച, നമുക്ക് കണിച്ചൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ സമ്മേളനം നടത്തുന്നു എവിടെ? ചങ്ങരം കുളത്തിൽ 5 കൊല്ലത്തിലൊക്കെ സമ്മേളനം. സമയം നിശ്ചയിച്ചിട്ട് ഒരു പരിപാടി നടത്താൻ പറ്റൂല, അതല്ലേ നിങ്ങൾ പ്രസംഗം? നാരിയത്ത് സ്വലാത്തിന് സമയം നിശ്ചയിച്ചുകൂടാ, എണ്ണം നിശ്ചയിച്ചുകൂടാ. ഞാൻ ചോദിച്ചു 4433 ആക്കിയാലോ? 44 പറ്റാച്ചു. മൗലവിന്റെ ചോദ്യോ അതും എണ്ണല്ലേ? അപ്പൊ ഒന്നിയല്ല മൗലവി, അതെണ്ണല്ലേ? ഒറ്റയിൽ കൂടെ അല്ലേ? അൽമനാർ ഒറ്റ പ്രാവശ്യങ്ങൾ വായിക്കുന്നുള്ളൂ, ഒറ്റ പ്രാവശ്യം എണ്ണല്ലേ? എന്താ മൗലവി പറഞ്ഞത്? ഇരിക്കട്ടെ, മൗലവിമാര് വലിയൊരു ഇമാമിനെ കൊണ്ടുവന്നിരിക്കുന്നു വിദേശത്ത്. അയാൾ ഇമാമത്തേക്ക് സ്ക്രീന് കണ്ടോ? സ്ക്രീനിൽ നോക്ക്, ഇമാമത്തേക്ക് എവിടെയാ കൈയെത്തിയത്? എവിടെയാ എത്തി പറ? നെഞ്ഞിന്റെ തോടെ പൊക്കളുടെ മേലെ. കാരണം അവർക്കറിയാം കൈകെട്ടേണ്ടത്. അതാ സക്കരിയ സലാഹി, അതാ ഖദറ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചിട്ട് പോലെ. അപായം തുടരരുത്. സക്കരിയ, നിങ്ങൾക്ക് കണിച്ചുണ്ടോ? എന്നാ കണിച്ചുണ്ടെങ്കിൽ പൊക്കളിന്റെ മേലെ നെഞ്ഞിന്റെ തോടെ കൈകെട്ടിയ അയാളെ പിടിച്ച് വലിച്ചെറിയരുതായിരുന്നോ സക്കരിയ? ധീരമുജാഹിദില്ലായിരുന്നോ? നാളത്തെ മറുപടി മഹാത്മങ്ങൾ പറയുന്നു, ഇനിയിപ്പം മൗലവി പറയും ആ അറബിയുടെ നെഞ്ഞ് കുറച്ച് ചോടയാകുന്നു.